MA Sons Gold and Diamonds. താഴേക്കോട് മരമുറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് നജീബ് കാന്തപുരം MLA. ആവശ്യമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രതികൾ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം മലബാർ ന്യൂസിനോട് പറഞ്ഞു. മരക്കടത്ത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ട കരിങ്കരത്താണി വെട്ടത്തൂർ റോഡിൽ സർക്കാർ ITIക്ക് പിന്നിലെ പൊതുശ്മശാനം MLA സന്ദർശിച്ചു. 20ഓളം മരങ്ങളാണ് ഇവിടെ നിന്നും മുറിച്ച് കടത്തിയതെന്ന വിവരം പ്രാദേശിക നേതാക്കൾ MLAയെ നേരിട്ട് ധരിപ്പിച്ചു. വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. സമഗ്ര അന്വേഷണം നടത്തും. ആവശ്യമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രതികൾ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും MLA പറഞ്ഞു. ഭരണസമിതിയുടെ ഭാഗമായി നേരത്തെ പ്രവർത്തിച്ച ആളുകൾക്ക് പോലും ഇതിൽ പങ്കുണ്ട് എന്ന് സംശയകരമായിട്ടുള്ള സാഹചര്യം പറയപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രതികൾ എത്ര ഉന്നതരായാലും രാഷ്ട്രീയമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവരെ പൂർണ്ണമായും നിയമത്തിന് വിധേയമാക്കണം എന്നതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. UDFിൻ്റെ നേതാക്കന്മാർ പോലീസ് മേധാവികളെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നാസർ മാഷ് ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വണ്ടൂർ നമ്മുടെ നിലമ്പൂർ സൗത്ത് റേഞ്ചിലെ DFOയുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടും നടക്കും. ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കാൻ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് സംസാരിക്കും. പൊതുശ്മശാന പരിസരത്തെയും പഞ്ചായത്ത് MCFനോട് ചേർന്ന സ്ഥലത്തെയും ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ സ്ഥലത്തെയും മരങ്ങളാണ് അനധികൃതമായി മുറിച്ച് കടത്തിയിട്ടുള്ളത്. പ്രദേശങ്ങളെല്ലാം കരിങ്കലത്താണി ടൗണിനോട് ചേർന്നുള്ളതാണ്. 3 ഇടങ്ങളിൽ നിന്നായി ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ മരങ്ങൾ മോഷണം പോയതായാണ് വിവരം. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. വലിയ രൂപത്തിലുള്ള ഒരു കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. ഒരു മരം മുറിക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. പിന്നെ അപകടകരമായ രീതിയിലുള്ള മരങ്ങളുടെ കൊമ്പും ചില്ലയും വെട്ടാൻ മാത്രമാണ് പഞ്ചായത്തിന് പോലും അനുമതി ഉള്ളത്. പഞ്ചായത്ത് തലത്തിലുള്ള ട്രീ കമ്മിറ്റി ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ട്രീ കമ്മിറ്റി ഉണ്ട്. ഇവരുടെയൊക്കെ അനുമതി കിട്ടിയാൽ മാത്രമാണ് ഒരു മരം അതിൻ്റെ വില നിശ്ചയിച്ച് ലേലം ചെയ്ത് മുറിച്ച് വിൽക്കാൻ കഴിയുള്ളൂ. അതൊന്നുമില്ലാതെ ഇഷ്ടം പോലെ മുറിച്ച് ഇത് കൊള്ള നടത്തിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നിയമ നടപടിയെടുത്ത് കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് വളരെ പാർട്ടി എന്നുള്ള നിലക്ക് പാർട്ടിയുടെ ആവശ്യം എന്നുള്ള നിലക്ക് ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MT അഫ്സൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദ കാടൻ, സെക്രട്ടറി PT മുറത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം യാസർ കല്ലടി, യൂത്ത് ലീഗ് നേതാക്കളായ മൻസൂർ മുതുക്കുംപുറം, സുലൈമാൻ നാലകത്ത്, സാലിഹ് മണലടി എന്നിവരും MLAയോടൊപ്പമുണ്ടായിരുന്നു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.